ആഗോള രാഷ്ട്രീയ ഭൂപടത്തെയും സാമ്പത്തിക വ്യവസ്ഥയും ഒരുപോലെ അസ്ഥിരപ്പെടുത്താൻ ശേഷിയുള്ള പശ്ചിമേഷ്യൻ സംഘർഷം വീണ്ടും ഒരു നിർണായക ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഒരു വശത്ത് സർവായുധ സജ്ജരായ അമേരിക്കൻ യുദ്ധവിമാനങ്ങളും അത്യാധുനിക നിരീക്ഷണ ഡ്രോണുകളും ആകാശത്ത് വട്ടമിട്ട് പറന്ന് സമ്മർദ്ദം ചെലുത്തുമ്പോൾ, മറുവശത്ത് ശക്തമായ മിസൈൽ ശേഷിയും വിട്ടുവീഴ്ചയില്ലാത്ത പരമാധികാര നിലപാടുകളുമായി ഇറാൻ പ്രതിരോധം തീർക്കുന്നു. മണിക്കൂറുകൾക്ക് മുൻപ് ഇറാന്റെ ടെലികോം ടവറുകൾക്ക് നേരെ ശത്രുക്കൾ നടത്തിയ ആക്രമണം, അതിന് തൊട്ടു പിന്നാലെ അമേരിക്കൻ വ്യോമതാവളങ്ങൾ ലക്ഷ്യമാക്കി ഇറാൻ നടത്തിയ മിസൈൽ വർഷവും മേഖലയെ ഒരു വൻ യുദ്ധത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ എണ്ണക്കടത്ത് പാതകളിൽ ഒന്നാണ് ഹോർമുസ് കടലിടുക്ക്. ആഗോളതലത്തിൽ വിപണിയിലെത്തുന്ന ക്രൂഡ് ഓയിലിന്റെ 5/1 കടന്നു പോകുന്നത് ഈ ഇടുങ്ങിയ കടൽപാത വഴിയാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ ചെറിയൊരു ചലനം പോലും ആഗോള ഇന്ധനവിലയും സാമ്പത്തിക രംഗത്തെയും നിമിഷ നേരം കൊണ്ട് മാറ്റിമറിക്കും. ഈ തന്ത്രപ്രധാന മേഖലയുടെ നിയന്ത്രണം കൈയാളുന്ന തെക്കൻ ഇറാന്റെ ഹോർമോസ്ഖാൻ പ്രവിശ്യയിലെ സിരിക് ദ്വീപിലുള്ള ഒരു പ്രമുഖ ടെലികമ്മ്യൂണിക്കേഷൻ ടവറിന് നേരെ അമേരിക്ക നടത്തിയ ആക്രമണത്തിന് പുതിയ തർക്കങ്ങൾ കാരണമായി. ഇറാന്റെ IRGC പുറത്തുവിട്ട പ്രസ്താവന പ്രകാരം ഇറാന്റെ ആശയവിനിമയ സംവിധാനങ്ങളെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അമേരിക്കയെ ഈ ഭീരുത്വമേറിയ നീക്കം നടത്തിയത്. എന്നാൽ ഈ ആക്രമണത്തിന്റെ കനൽ അടങ്ങും മുൻപ് തന്നെ ആക്രമണം നടത്താൻ അമേരിക്ക ഉപയോഗിച്ച US വ്യോമതാവളം ലക്ഷ്യമാക്കി ഇറാൻ മിസൈലുകൾ പായിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച ലക്ഷ്യങ്ങൾ വിജയകരമായി തകർത്തതായും ഭാവിയിൽ തങ്ങളുടെ പരമാധികാരത്തിന് നേരെ ഉണ്ടാകുന്ന ഏതൊരു നീക്കത്തിനും ഇതിലും കടുത്ത മറുപടി നൽകുമെന്നും IRGC വ്യക്തമാക്കി കഴിഞ്ഞു. ഈ സംഭവ വികാസങ്ങൾക്ക് തൊട്ടു മുൻപാണ് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ഇറാനിലെ ചില പ്രധാന സൈനിക കേന്ദ്രങ്ങൾക്കെതിരെ ശക്തമായ വ്യോമാക്രമണം നടത്തിയത്. ഇറാന്റെ ഗൊറുഖ് നഗരത്തിലെയും ഗേഷ് ദ്വീപിലെയും റഡാർ സംവിധാനങ്ങളും ഡ്രോൺ കമാൻഡ് ആൻഡ് കൺട്രോൾ കേന്ദ്രങ്ങളുമാണ് തങ്ങൾ ലക്ഷ്യമിട്ടതെന്നാണ് വാഷിംഗ്ടണിന്റെ വിശദീകരണം. അമേരിക്കയുടെ സൈനിക നടപടിക്ക് അവർ പറയുന്ന ന്യായീകരണം ഇങ്ങനെയാണ്: പേർഷ്യൻ ഗൾഫിന് മുകളിലൂടെ പറക്കുമായിരുന്ന അമേരിക്കൻ MQ-1 പ്രൊഡക്ടർ ഡ്രോൺ ഇറാൻ വെടിവെച്ചിട്ടതിന് മറുപടിയായിട്ടുള്ള സ്വന്തം പ്രതിരോധ നടപടി മാത്രമാണിത്. എന്നാൽ അമേരിക്കയുടെ വാദത്തെ ഇറാൻ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. US ഡ്രോൺ അന്താരാഷ്ട്ര വ്യോമാതിർത്തിയിൽ അല്ലായിരുന്നെന്നും അത് ഇറാന്റെ ഔദ്യോഗിക വ്യോമാതിർത്തി ലംഘിച്ച് രാജ്യത്തിനകത്തേക്ക് കടന്നു കയറിയതുകൊണ്ടാണ് വെടിവെച്ചിട്ടതെന്നുമാണ് ഇറാന്റെ നിലപാട്. തങ്ങളുടെ അതിർത്തി ലംഘിക്കുന്ന ഏത് അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങളെയും തകർക്കുമെന്ന ഇറാന്റെ പ്രഖ്യാപനം അമേരിക്കയുടെ നിരീക്ഷണ മേധാവിത്വത്തിനുമേൽ ഏൽപ്പിച്ച വലിയൊരു പ്രഹരമാണ്. അമേരിക്കയും അവരുടെ പ്രാദേശിക സഖ്യകക്ഷി ഇസ്രയേലും ചേർന്ന് മുൻപ് നടത്തിയ കടുത്ത ബോംബ് ആക്രമണങ്ങളിൽ ഇറാന്റെ മിസൈൽ ശേഷി പൂർണ്ണമായും തകർക്കപ്പെട്ടു എന്നതായിരുന്നു പാശ്ചാത്യ രാജ്യങ്ങൾ അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ അന്താരാഷ്ട്ര പ്രതിരോധ വിദഗ്ധർ ഉപഗ്രഹ ചിത്രങ്ങൾ വിശകലനം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പുറത്തുവിട്ട പുതിയ റിപ്പോർട്ടുകൾ ഈ അവകാശവാദങ്ങളെ പൂർണ്ണമായും നിരാകരിക്കുന്നതാണ്. അമേരിക്കൻ ആക്രമണങ്ങളെ ഇറാൻ പ്രതിരോധിക്കുന്നത് തങ്ങളുടെ വ്യാഖ്യാതമായ ഭൂഗർഭ തുരങ്ക ശൃംഖലകൾ ഉപയോഗിച്ചാണ്. പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ പ്രകാരം ബോംബാക്രമണത്തിലൂടെ ശത്രുക്കൾ തകർത്ത റോഡുകളും തുരങ്ക കവാടങ്ങളും ഇറാൻ സൈന്യം അതിവേഗം പുനർനിർമ്മിച്ചിരിക്കുന്നു. മേഖലയിലെ പ്രധാനപ്പെട്ട 18 ഭൂഗർഭ മിസൈൽ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട 69 തുരങ്ക പ്രവേശന കവാടങ്ങളിൽ 50 എണ്ണത്തിലേക്കുമുള്ള പ്രവേശനം ഇറാൻ മണിക്കൂറുകൾക്കകം വീണ്ടും സാധ്യമാക്കിയിട്ടുണ്ട്. അത്യാധുനിക യുദ്ധ സാമഗ്രികൾക്ക് കാത്തു നിൽക്കാതെ ലളിതമായ നിർമ്മാണ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പോലും യുദ്ധം നാശനഷ്ടങ്ങൾക്ക് വളരെ വേഗത്തിൽ പരിഹാരം കാണാൻ ഇറാന് സാധിക്കുന്നു എന്നതും പാശ്ചാത്യ സൈനിക ആസൂത്രകരെ പോലും അമ്പരപ്പിക്കുകയാണ്. തുരങ്കങ്ങളുടെ പ്രവേശന കവാടങ്ങൾ മാത്രം താൽക്കാലികമായി തകർത്തുകൊണ്ട് ഇറാന്റെ മിസൈൽ ഭീഷണി അവസാനിപ്പിക്കില്ലെന്നാണ് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. മലനിരകൾക്ക് താഴെ 100 കണക്കിനടി ആഴത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ കോൺക്രീറ്റ് ബങ്കറുകളിലെ മിസൈൽ ലോഞ്ചറുകളും അത് പ്രവർത്തിപ്പിക്കുന്ന പരിശീലനം ലഭിച്ച സൈനിക സംഘങ്ങളും ഇപ്പോഴും പൂർണ്ണമായും സുരക്ഷിതരാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ബോംബാക്രമണങ്ങൾ ഇറാന്റെ മിസൈൽ ശേഷിയെ താൽക്കാലികമായി മാത്രമേ ബാധിച്ചിട്ടുള്ളൂ എന്ന നിഗമനത്തിലേക്കാണ് പലരും എത്തിച്ചേരുന്നത്. ഈ സൈനിക ഏറ്റുമുട്ടലുകൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനിലേക്ക് കൂടുതൽ കർശനമായ ഉപാധികളോടെയുള്ള ഒരു സമാധാന നിർദ്ദേശം അയച്ചതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വാഷിംഗ്ടണിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ്: മേഖലയിലൂടെയുള്ള അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനും എണ്ണക്കപ്പലുകൾക്കും ഇറാൻ യാതൊരുവിധ തടസ്സവും സൃഷ്ടിക്കരുത്. ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണവും ദീർഘദൂര മിസൈൽ പരീക്ഷണങ്ങളും പൂർണ്ണമായും നിർത്തിവെക്കുക. എന്നാൽ ഒരു വശത്ത് കടുത്ത യുദ്ധഭീഷണിയും സാമ്പത്തിക ഉപരോധങ്ങളും ഏർപ്പെടുത്തുകയും മറുവശത്ത് നയതന്ത്ര ചർച്ചകൾക്ക് നിർബന്ധിക്കുകയും ചെയ്യുന്ന അമേരിക്കയുടെ ഇരട്ടത്താപ്പ് നയത്തോട് പൊരുത്തപ്പെടാൻ ഇറാൻ തയ്യാറല്ല. മുൻപ് ഒപ്പുവെച്ച ആണവ കരാറുകളിൽ നിന്ന് അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറിയ ചരിത്രമുള്ളതിനാൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ വാഗ്ദാനങ്ങളെ ഇറാൻ പൂർണ്ണ അവിശ്വാസത്തോടെയാണ് കാണുന്നത്. തങ്ങളുടെ സൈനിക ശേഷി നിലനിർത്തിക്കൊണ്ട് മാത്രമേ ഏതൊരു ചർച്ചയ്ക്കുമുള്ളൂ എന്നാണ് ടെഹ്റാന്റെ പ്രഖ്യാപിത നിലപാട്. മിസൈൽ താവളങ്ങളും അത്യാധുനിക ഡ്രോണുകളും കേന്ദ്രീകരിച്ച് നടക്കുന്ന ഈ പുതിയ ശക്തി പ്രകടനം പശ്ചിമേഷ്യ വീണ്ടും ഒരു വലിയ അനിശ്ചിതത്വത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുകയാണ്. ഇവിടെ സംഭവിക്കുന്ന ഒരു ചെറിയ സൈനിക പിഴവ് പോലും ഒരു വലിയ പ്രാദേശിക യുദ്ധത്തിന് വഴിവെക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ പോരാട്ടം കേവലം ഒരു സൈനിക പ്രതികരണമല്ല, മറിച്ച് രാജ്യത്തിന്റെ പരമാധികാരവും നിലനിൽപ്പും സംരക്ഷിക്കാനുള്ള ചോരത്തിളപ്പാണ്.
അടിച്ചാൽ തിരിച്ചടിക്കും, തകർത്താൽ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും എന്ന ലോകമഹാശക്തികളുടെ മുഖത്ത് നോക്കി വിളിച്ചു പറയാൻ ഇറാന് സാധിക്കുന്നതും അവരുടെ ആ ആത്മവിശ്വാസം കൊണ്ടാണ്. അമേരിക്കയുടെ പക്കൽ ലോകത്തെ ഏറ്റവും മികച്ച വ്യോമസേനയും സാങ്കേതിക വിദ്യയും ഉണ്ടായിരിക്കാം. എന്നാൽ തങ്ങളുടെ മാതൃഭൂമിയെ സംരക്ഷിക്കാൻ തുനിഞ്ഞിറങ്ങിയ ഇറാന്റെ പോരാളികളെ കായികമായി കീഴ്പ്പെടുത്തുക എളുപ്പമല്ല. അമേരിക്കയും ഇസ്രയേലും തങ്ങളുടെ അത്യാധുനിക ആയുധങ്ങളുമായി വീണ്ടും വന്നേക്കാം. ഇനിയും ഇറാന്റെ മണ്ണിൽ ബോംബുകൾ വർഷിച്ചേക്കാം. എന്നാൽ ഈ ആക്രമണങ്ങൾക്കെല്ലാം പകരമായി ഇറാന്റെ മണ്ണിൽ നിന്ന് വരാൻ പോകുന്നത് ഒരു സുനാമിയേക്കാൾ ഭീകരമായ പ്രത്യാക്രമണമായിരിക്കും. അത് കേവലം ഒരു സൈനിക പ്രതികാരമായിരിക്കില്ല, മറിച്ച് മേഖലയിലെ സാമ്രാജ്യത്വ അധിനിവേശ ശക്തികളെ വേരോടെ പിഴുതെറിയുന്ന ഒന്നായിരിക്കുമെന്നാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് നൽകുന്ന മുന്നറിയിപ്പ്. പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങൾ മാറ്റിമറിക്കാൻ ആര് വിചാരിച്ചാലും ഇറാന്റെ അനുവാദമില്ലാതെ ഈ മണ്ണിൽ ഒരു കാറ്റുപോലും അനങ്ങില്ലെന്ന് ലോകത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് നിലവിലെ സാഹചര്യങ്ങൾ.